ബാബു എന്നുള്ള പേര് കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു പേരല്ല. അതുകൊണ്ട് സാറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവിച്ചു ആ ഒരു പേര് അങ്ങനെ ആയിരുന്നു? ബാബു എന്നുള്ള പേര് ഇച്ചിരി കോമൺ ആണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പേരാണ് ബാബു. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ബാബു എന്നാണ്. പിന്നെ നമ്മൾ ഹിന്ദിയിലെ കുട്ടികളുടെ പേര് തന്നെ വിളിക്കുന്നത് ബാബു ബാബു എന്നല്ലേ ഹിന്ദിയിൽ പറയുന്നത്. അതുകൊണ്ട് ആകെ ഒരു ഗ്രഹാതത്വമുള്ള പേരാണ് ബാബു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷവാനാണ് ബാബു. എന്താ ചേട്ടനെയല്ല വിളിച്ചു, ഈ ചേട്ടനെയാ. ഞാൻ എന്തിനാ വിളിച്ചത്? എന്റെ പരിചയക്കാരാണ്. ആണോ? എന്റെ പേര് ബാബു എന്നാണ്. എന്റെ പേര് ബാബു എന്ന് വിളിച്ചത്. എന്റെ പേര് ബാബു എന്നാണ്. സുരേഷ് ബാബു എന്നാണ്. ഒരു ബാബുവിനെ വിളിച്ചപ്പോൾ രണ്ട് ബാബുവാ വിളി കേട്ടത്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരും ബാബു, എൻ്റെ അച്ഛൻ്റെ പേരും ബാബു. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ബാബു ഉണ്ടോ? എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പേരും ബാബു എന്നാണ്. എടി അന്നേരം നിന്റെ ഭർത്താവിൻ്റെ പേര് ശശീന്ദ്രൻ. അതിലെങ്ങനെ ആശ്വാസമായാലും ബാബു ഇല്ലല്ലോ. ശശീന്ദ്ര ബാബു. സുമേഷ് ഇങ്ങോട്ട് വന്നടാ. ഇങ്ങോട്ട് പാടാ, വേഗം പാടാ. ആ വെള്ളം ഇങ്ങോട്ടാ. എടാ ഒരു ടാക്സിയാ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എന്തെങ്കിലും കിട്ടണ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോടാ. ഈ ചേട്ടനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കടാ. വീഴാൻ പോയ ആ പ്രായമുള്ള ചേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്തവൻ അഖിൽ ബാബു. ഇവനാണ് പോക്കറ്റടിക്കാരൻ ബാബു. ഇത് എന്റെ മോന്റെ മോനാണ്. ഏത് ബാബു എല്ലാ വിഷയത്തിലും മോനെ ശരത്ത, മോനെ എന്താ ബാബു സാറേ? നീ വന്നേ. ഞാൻ ബാങ്കിൽ പോയിട്ട് കുറച്ച് പൈസ എടുക്കണം. ആ കോളനിയിലുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ബുക്ക് മേടിക്കണം. അവിടെ പട്ടിണിയാണ്, പണി പരോട്ടവും ഇല്ലാണ്ടിരിക്കുക കേട്ടോ. ശരി. ഞാനേ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കോളനിയിലെ പിള്ളേരുടെ കാര്യം ഓർത്ത് സാറ് വിഷമിക്കണ്ട. ഞാൻ എൻ്റെ പൈസക്ക് ഞാനത് ചെയ്തോളാം. ആദ്യം നീ ഞാൻ പറയണത് ചെയ്യേ. നിന്റെ കാര്യവും എൻ്റെ കാര്യവും നീ കൂട്ടി കുഴക്കണ്ട. നിനക്ക് ചെയ്യണോ നീ ചെയ്തോ പോരെ. സാധുക്കൾക്ക് പണം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നല്ല മനുഷ്യനാണ് ബാബു സോമസുന്ദരൻ സാർ. ഗൾഫിൽ നിന്ന് വന്ന് ജനങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവനും വെറും ശരത്തല്ല, ശരത് ബാബു. ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ വന്നിരിക്കുന്നവർ
എനിക്ക് എന്തായാലും ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം. ഇൻ്റർവ്യൂ ചേട്ടൻ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു വർഷാപ്പ് തൊഴിലാളിയാണ്. എൻ്റെ കുടുംബത്തിൽ അവർക്ക് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്ത് കഴിഞ്ഞ ഒരു ഓഹരി ഈ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലുള്ള പാവങ്ങൾക്ക് ഒരന്നം ഞാൻ കൊടുക്കാറുണ്ട്. എന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബിലൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഒരു പത്രത്തിൽ എൻ്റെ പടം വരുന്നതും എനിക്കിഷ്ടമല്ല. വലം കൈ കൊണ്ട് കൊടുക്കുന്നവൻ ഇടം കൈ എറിയുന്നു. അതാണ് എന്നെ പഠിപ്പിച്ചേക്കുന്നത്. ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ ഈ സാധുക്കളെ സഹായിക്കുന്ന ഇയാളുടെ പേരാണ് മേശ്ശേരി ബാബു.